ഇങ്ങ് എടുത്തോണ്ട് പോകുന്നു തീറ്റർ അല്ലേ? ഇല്ല, സാധനം ഇങ്ങ് എടുത്തോണ്ട് പോവാ. ഈ സാധനം ഇങ്ങ് എടുത്തോണ്ട് പോവാ. അതുപോലൊരു കേസിന് പുറമെ നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ എന്തൊരു കഷ്ടമാണ് ആലോചിച്ച് നോക്കും. ഒരാൾ എഴുതി വെക്കുകയാണ്, അച്ഛാ സോറി, അച്ഛാ ക്ഷമിക്കണം, എനിക്ക് പറ്റുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യണം. ഇയാളുടെ ജോലി ആ സ്ത്രീ കളഞ്ഞു. ഇയാളോട് 20 ലക്ഷം രൂപ ചോദിച്ചു. ഇയാളോട് സ്ഥിരം പ്രശ്നം ഉണ്ടാക്കി. ഇയാളുടെ ഓഫീസിൽ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കി. സഹിക്കാൻ പറ്റാതെ ഒരു പുരുഷൻ മരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരുത്തം മരിക്കുകയല്ലേ, അതിനോടെങ്കിലും ഒരു സിമ്പതി കാണിക്കുക. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശക്തമായിട്ട് അതിൻ്റെ ക്യാമ്പയിൻ ചെയ്യണം. എത്ര ഉണ്ട് ബാക്കി? 5 ഇരിപ്പില്ല. നമുക്ക് വേറെ 5 തരൂർ സാറിനൊക്കെ വേണ്ടി വേണം. അത് വെച്ചോ, തരൂർ സാറിനൊക്കെ വേണ്ടി, തരൂർ സാറിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഇത് തീർച്ചയായിട്ടും ക്ഷമിക്കണം. തീർച്ചയായിട്ടും അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ AKMയുടെ ഭാഗത്തുനിന്ന് തരുന്നത് അതിശക്തമായ രീതിയിൽ ആ പ്രൊട്ടസ്റ്റ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. ആ രീതിയിൽ ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങളുടെ അവിടുത്തെ MLA കൊടുത്ത് നിങ്ങളൊരു MLA കൊടുക്കണം. നിങ്ങൾ എന്നിട്ട് MLA കൊടുക്കുന്ന ഫോട്ടോ എടുക്കണം. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കോപ്പി അയച്ചു തരാം. എന്തൊക്കെയാ പേര്? എവിടെ? അപ്പം നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് നമ്മൾ ഇതും കൂടെ നിങ്ങൾ അറിയുന്നത്? എന്തിനാണ് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ ഈ ഒരു പുസ്തകത്തിന് ഏകദേശം 200 രൂപയാണ്. ഈ 200 രൂപയ്ക്ക് അടിക്കുന്നതിൻ്റെ കാര്യം ഞാൻ വെറുതെ പറയല്ല. നമ്മൾ വെറും പേപ്പർ കൊടുത്താൽ ആ പേപ്പറിൻ്റെ വില പോലും നമുക്ക് തരില്ല. ആ ഒരു MLA കുറ്റമായിട്ട് പറയാം, ഓക്കെ ശരി എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തറിയും. അപ്പം അതുകൊണ്ട് നാളെ ഇയാളെ പോലെ, അതായത് ഇപ്പോൾ ഇന്ന് മരിച്ച ആളെ പോലെ ഒരാൾ മരിക്കാതിരിക്കാനാണ് 20 ലക്ഷം രൂപ അയാളെ ചോദിച്ച് പീഡിപ്പിച്ചു. ഒരാൾ മരിക്കുകയാണ്. ഇനി നിങ്ങളും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്ന് കമാൽ പാഷ സാറിനോട് ചോദിച്ചാൽ അപ്പോഴും പറയും അയാൾ എന്തെങ്കിലും തെറ്റായിരിക്കും. അങ്ങനെ ആണിനെ ചത്താലെങ്കിലും ഒരു കരുണ കാണിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ. ഈ കണ്ണീരെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം. കറക്റ്റ്. അങ്ങനെ ആണുങ്ങളുടെ കണ്ണീരൊപ്പാൻ കൂടി വേണം നമുക്ക്. ഈ ആണുങ്ങളെ പലപ്പോഴും ചെറിയ പ്രായത്തിൽ വളർത്തുന്ന കാരണം വെളിയിൽ കരയില്ല, ഉള്ളിലായിരിക്കും കരയുന്നത്. ആ കരച്ചിൽ കൂടി കേൾക്കാൻ നമുക്ക് ഒരു മനസ്സുണ്ടാകണമെന്ന് മാത്രം. താങ്ക് യു.